പെട്രോൾ പമ്പിലെ ശൗചാലയങ്ങൾ ഒന്നും തന്നെ ഇനി പൊതു ശൗചാലയങ്ങളല്ല എന്നാണ് കോടതി വിധി വന്നിരിക്കുന്നത്. ഇടക്കാല കോടതി ഉത്തരവ് വന്നിരിക്കുന്നത്. അതിനു മുന്നേ ഒരു അധ്യാപിക അവർക്ക് ഉണ്ടായ തിക്താനുഭാവം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അതിനെ അവർ അനുഭവിച്ച മാനസികവും ശാരീരികവുമായ സംഘർഷത്തിന് നഷ്ടപരിഹാരം വാങ്ങുകയും ചെയ്തു എന്നുള്ള ഒരു വാർത്ത നമ്മുടെയൊക്കെ ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. അത് വായിച്ചപ്പോൾ വളരെയധികം സന്തോഷം തോന്നി. നിയമങ്ങൾ നമ്മുടെ നാട്ടിലും വരുന്നുണ്ടല്ലോ, നിയമവാഴ്ചയുണ്ടല്ലോ, നിയമലംഘനത്തിന് അല്ലെങ്കിൽ ഒരു ഭയം, ഇനി അങ്ങനെ ചെയ്യാതിരിക്കാൻ ആളുകൾക്ക് ഒരു സന്ദേഹവും സങ്കോചമൊക്കെ ഉണ്ടാവുമല്ലോ എന്ന് കരുതി ആശ്വസിക്കുകയും ചെയ്തു. പക്ഷേ ഇന്നലത്തെ 2 ദിവസം മുന്നേ ഇന്നലെ ഉള്ള ആ കോടതി ഉത്തരവ് കണ്ടപ്പോൾ ശരിക്കും അക്ഷരാർത്ഥത്തിൽ ഞെട്ടുക തന്നെ ചെയ്തു. കാരണം പെണ്ണുങ്ങളിനി മൂത്രമൊഴിക്കുക, സമാധാനത്തോടെയും ഒരു വൃത്തിയുള്ള പരിസരത്ത് മൂത്രമൊഴിക്കുക എങ്ങനെയാണെന്നുള്ളത് വലിയ പ്രശ്നം തന്നെയായിരിക്കുന്നു. അപ്പോൾ മൂത്രപ്രശ്നമായി പെണ്ണുങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം ഞാൻ കാണുന്ന മൂത്രപ്രശ്നമായിട്ടാണ്. കാരണം ഞാനത് നേരിട്ട് അനുഭവിച്ചൊരു വ്യക്തിയും കൂടിയാണ്. ഭക്ഷണം കഴിക്കാൻ നല്ലൊരു ഹോട്ടൽ കിട്ടിയില്ലെങ്കിൽ ഒരു 2-3 മണിക്കൂറൊക്കെ നമുക്ക് ഭക്ഷണം കഴിക്കാതിരിക്കാൻ വിശപ്പടക്കാം. പക്ഷേ മൂത്രം ഹോൾഡ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ എന്ത് ചെയ്യും? മൂത്രം പോകും. അപ്പോൾ അത് ആത്മവിശ്വാസത്തെ ബാധിക്കും. അടുത്തിരിക്കുന്നവർക്കും ചുറ്റുപാടുള്ളവർക്കും ഒക്കെ ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പം അതിനൊരു സൊല്യൂഷൻ തന്നെ വേണ്ടേ? മൂത്രം മാത്രമല്ല, പീരീഡ്സ് ആയിട്ടുള്ള പെൺകുട്ടികൾക്കും അങ്ങനെ എന്തൊരു കഷ്ടപ്പാടായിരിക്കും. കാരണം ഈ വൃത്തിഹീനമായ സ്ഥലത്ത് പോയിട്ട് നമ്മൾ മൂത്രമൊഴിക്കാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കും ഈ മധ്യാകാശത്ത് നിന്ന് കാര്യം സാധിക്കുന്ന പോലെ സാധിക്കേണ്ടതായിട്ട് വരും. വൃത്തിയും വെടുപ്പില്ലാത്ത സ്ഥലം നമ്മളെ ഹോണ്ട് ചെയ്യും. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴേക്കും പോകുമ്പോഴും ഒക്കെ നമ്മൾ മനസ്സ് ഹോണ്ട് ചെയ്യും. നമ്മുടെ ഒട്ടും അന്നത്തെ ദിവസം പ്രൊഡക്റ്റീവ് അല്ലാതാവും. നമ്മളൊരു ജനങ്ങളെ അഡ്രസ്സ് ചെയ്യാനാണ്, പബ്ലിക് അഡ്രസ്സിനാണ് പോകുന്നതെങ്കിൽ മനസ്സിൽ മുഴുവൻ അഴുക്കായിരിക്കും. നമുക്കത് ആ ഒരു ചിന്ത മാത്രമായിരിക്കും. ഈ വൃത്തിയില്ലാത്ത അത് നമ്മളിങ്ങനെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും. നമുക്ക് നന്നായി ചിന്തിക്കാനോ ക്രിയേറ്റീവ് ഔട്ട്പുട്ടൊന്നും ആ ദിവസത്തിൽ ഉണ്ടാവില്ല. ചിലപ്പോൾ അത് 1-2 ദിവസം നമ്മളെ ഹോണ്ട് ചെയ്യും. വർഷങ്ങൾക്ക് ശേഷം ആ കാഴ്ച വരുമ്പോൾ ജുഗുപ്സാവഹം, നമുക്കത് സഹിക്കാൻ വയ്യില്ല എന്ന് നമ്മളത് ഉറക്കം വരെ കെടുത്തും. അത്തരം കാഴ്ചകളൊക്കെ അത് ഹൈജീൻ വളരെ പ്രധാനപ്പെട്ടതാണ് ഒരു രാഷ്ട്രത്തിൻ്റെ. കാക്കാൽ വെച്ച് നടക്കേണ്ട അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു പണ്ടൊക്കെ. ഇവിടെ കാൽ വെച്ച് അങ്ങോട്ട് ചാടി, ഇവിടെ കാൽ വെച്ച് അങ്ങോട്ട് ചാടി തെരുവിലൂടെ നടക്കുമ്പോൾ ആളുകൾ കാര്യം വെടിയിൽ സാധിച്ചിട്ടൊക്കെ. ആ അവസ്ഥയിൽ നിന്നൊക്കെ മാറി. ബസ് സ്റ്റാൻഡിൽ അല്ലെ ഈ ശൗചാലയത്തിലേക്ക് കയറി പോവുകയാണെങ്കിൽ നമുക്ക് വല്ല രോഗവും വരും, നമ്മുടെ മനസ്സും കണ്ടാമിനേറ്റഡ് ആവും, നമുക്കൊട്ട് പോകാനും പറ്റില്ല. തിരിച്ചു വരുന്ന കുറേ രോഗം കൊണ്ടായിരിക്കും തിരിച്ചു വരുന്നത്. നമ്മുടേതല്ലാത്ത കുറ്റം കൊണ്ട് കുറേ രോഗമായിട്ടായിരിക്കും നമ്മൾ തിരിച്ചു വരുന്നത്. പിന്നെ നമുക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നില്ല. ആ അവസ്ഥയിൽ ഈ പെട്രോൾ പമ്പിലെ ശൗചാലയങ്ങളൊക്കെ പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസം തന്നെയായിരുന്നു. ഞാനൊക്കെ യാത്രകളൊക്കെ മാറ്റി വയ്ക്കുക. കാരണം എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം മൂത്രമൊഴിക്കലാണ് പ്രശ്നം. ഇപ്പോൾ ഏറ്റവും വലുത്. ചെറുപ്പത്തിലൊക്കെ ഞാനൊക്കെ സ്കൂളിലും കോളേജിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ രാവിലെ വീട്ടിൽ നിന്ന് മൂത്രമൊഴിച്ച് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം വീട്ടിൽ വന്നിട്ടേ മൂത്രമൊഴിക്കാറുള്ളൂ. കാരണം അത് നമുക്ക് അത് പിടിച്ചു വയ്ക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരുന്നു. ഇപ്പോൾ ബ്ലാഡർ ഇറങ്ങി വരുന്നു, യൂട്രസ് ഇല്ല, ഓവറി ഇല്ല, അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നേ ഇല്ല. മൂത്രം എന്ന ശങ്ക വരുമ്പോഴേക്കും മൂത്രം പോയിരിക്കും. വേണമെങ്കിൽ ടോയ്ലറ്റ് വരെ എത്തോളണമെന്നും കൂടി ഇല്ല. ആ അവസ്ഥയിൽ ഒരു നല്ല ടോയ്ലറ്റ് കണ്ടുപിടി അടുത്ത പെട്രോൾ പമ്പ് എന്ന് വിചാരിച്ചിട്ട് ഇരിക്കുന്ന ആൾക്കാർക്ക് ഇനി മൂത്രമൊഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങളുടെ കാര്യം എന്ത് കഷ്ടമായിരിക്കും. കോടതി
ഭരണഘടന വ്യാഖ്യാനിച്ച് അവരുടെ സ്വത്തിനും സ്വകാര്യ സ്വത്തിനും ഒക്കെ അതിൻ്റെ ഉള്ളിൽ ഒരു എൻക്രോച്ച്മെൻ്റ് ആണെന്ന് കണ്ട് അത് ഉറപ്പുവരുത്തിയിട്ടുള്ള സംഗതികളൊക്കെ കണക്കിലെടുത്തുകൊണ്ട് വിധി പുറപ്പെടുവിച്ചു. പക്ഷേ പെണ്ണുങ്ങളുടെ മൂത്രം വലിയൊരു പ്രശ്നം തന്നെയാണ്. മൂത്രം ഒഴിച്ചു തന്നെ പോകേണ്ടതാണ്. മൂത്രം സപ്രസ് ചെയ്യാൻ പറ്റില്ല. വിശപ്പടക്ക്, നാവടക്ക് എന്ന് പറയില്ല, മൂത്രം അടക്ക് എന്ന് പറയാനായിട്ട് സാധിക്കില്ല. സർക്കാർ ഒരുക്കിയിരിക്കുന്ന സൗകര്യങ്ങളോ വൃത്തിയും വെടുപ്പില്ലാതെ അങ്ങോട്ട് കയറാനും പറ്റില്ല. ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കിയല്ലേ പറ്റുള്ളൂ. മൂത്രത്തെക്കുറിച്ച് ചിന്തിച്ച് ഒരു സ്ത്രീ സമൂഹം അല്ലെങ്കിൽ ഈ പീരീഡ്സ് ആയ പെൺകുട്ടികൾ ഒക്കെ ഈ ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് അവരുടെ പ്രൊഡക്ടിവിറ്റിയുടെ പകുതി പോകും എന്നുള്ളത് സർക്കാരും കോടതിയും മനസ്സിലാക്കണം. അതിഗൗരവമായ വിഷയമാണ്. ഞാൻ ശബരിമലയ്ക്ക് പോകുമ്പോൾ പുലർച്ചെ 5 മണിക്കാണ് കെട്ടിറച്ച് പോയത്. കെട്ടിറച്ച് അവിടെ എത്തിയ 5:30-5:45 ആയപ്പോഴേക്കും എനിക്ക് മൂത്രശങ്ക വന്നു. എനിക്ക് ഇത് മൂത്രമൊഴിക്കാതെ നിവൃത്തിയില്ല എന്നുണ്ടായി. അവിടെ അടുത്തൊന്നും പൊതു ശൗചാലയങ്ങളും ഇല്ല, വീടുകളിലേക്ക് കയറി ചെല്ലാൻ പറ്റില്ലല്ലോ. അങ്ങനെ ആ അമ്പലത്തിന്, കെട്ടിറച്ച അമ്പലത്തിൽ തന്നെ അവർ നമ്മളോടുള്ള സ്നേഹം കൊണ്ട്, വലിയ അമ്പലമാണ്, സവർണരുടെയൊക്കെ അമ്പലമാണ്, നല്ല മനുഷ്യരുമാണ്, അതുകൊണ്ടാണല്ലോ അവർ തന്നെ അവരുടെ ശൗചാലയം ഉപയോഗിച്ചോളൂ, ഭഗവാനെ തുകിലുണർത്താൻ വേണ്ടി വരുന്ന വാദ്യമേളക്കാർക്ക് വേണ്ടിയിട്ടുള്ള ശൗചാലയം നല്ല സുസജ്ജമായ ശൗചാലയമാണ്, ടൈൽസൊക്കെ ഇട്ട് നല്ല യൂറോപ്യൻ ക്ലോസറ്റൊക്കെ. പക്ഷെ അതിൻ്റെ ഉള്ളിൽ ഭഗവാന്റെ പരിസരത്തല്ല, ഉള്ളിൽ തന്നെയുള്ളതാണ്. അവിടെ ചെന്ന് നോക്കിയപ്പോൾ ഇനി ഇവിടെ നിന്നൊന്നും കഴിച്ച ഭക്ഷണം കഴിക്കാൻ പറ്റില്ല എന്നുള്ളൊരു ബോധ്യം വന്നു. ഞാൻ മധ്യാകാശത്ത് നിന്നാണ് കാര്യം സാധിച്ചത്. അതോടുകൂടി ഈ പ്രായമായതുകൊണ്ട് എൻ്റെ വസ്ത്രത്തിലൊക്കെ മൂത്രമായി. പിന്നെ ഞാൻ കാറിൽ കയറിയിരുന്നതോടെ ഞാൻ ഒട്ടും ഹൈജീനിക് ആയിട്ടുള്ള ഒരു രീതിയിലല്ല ഇരിപ്പ്. എനിക്ക് എന്നെ തന്നെ സ്റ്റിങ്ക് ചെയ്യാൻ തുടങ്ങി. ഞാൻ ഛർദ്ദിച്ച് നിൽക്കാൻ തുടങ്ങി. നിയറസ്റ്റ് മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് ഛർദ്ദിക്കുള്ള മരുന്ന് കഴിച്ചു. പക്ഷേ കുറച്ചൊക്കെ സബ്സൈഡ് ചെയ്തെങ്കിലും എന്നെ രക്ഷിച്ചത്, അപ്പോൾ അവിടുത്തെ ആൾ പറഞ്ഞു, നമുക്ക് ഡ്രൈവർ പറഞ്ഞു, ഞാൻ എൻ്റെ മോന് മാത്രമേ ഉണ്ടായി, ഡ്രൈവർ പറഞ്ഞു അടുത്ത പെട്രോൾ പമ്പിൽ പോയിട്ട് നമുക്ക് മൂത്രം ഒഴിക്കാം, അതുവരെ മാഡം ഒന്ന് സഹകരിക്കുമെന്ന്. പെട്രോൾ പമ്പിൽ കയറുമ്പോൾ വളരെ ആശങ്കയോടുകൂടിയാണ് ഞാൻ പെട്രോൾ പമ്പിലെ ടോയ്ലറ്റിൽ കയറിയത്. പക്ഷേ എന്തൊരു വൃത്തിവെടുപ്പിലാണ് അവർ കണ്ട ആൾക്കാർ ഉപയോഗിക്കുന്ന പെട്രോൾ പമ്പാണെന്നൊന്നും ടോയ്ലറ്റാണെന്നൊന്നും തോന്നില്ല, നല്ല വൃത്തിവെടുപ്പിൽ. അപ്പം ഞാൻ ഒരു ജോഡി ഡ്രസ്സ്, എല്ലാം ഇന്നർ അടക്കമുള്ള ഒരു ജോഡി ഡ്രസ്സ് അവിടെ കൊണ്ടുപോയി. ഞാൻ അവിടെ ആ ടോയ്ലറ്റിൽ കയറി അതൊക്കെ വെള്ളത്തിലിട്ട് വൃത്തിയാക്കി പുതിയ ഡ്രസ്സ് ഇട്ടപ്പോൾ എൻ്റെ ഛർദി നിന്നു, എല്ലാം നിന്നു. അത് നിന്നിട്ട് ബാക്കിൽ കാറിൻ്റെ ഡിക്കിലൊരു പ്ലാസ്റ്റിക് കവറിൽ വെച്ചിട്ടാണ് ഞാൻ യാത്ര ചെയ്തത്. സമാധാനമായി ഭക്തി പുരസ്സരം പോവുകയാണ്. അപ്പോഴും നമ്മളെ ഈ സ്ത്രീകളെ ആ ഭക്തിയുടെ ഒരു മാർഗം തടസ്സപ്പെടുത്തുന്നത് മൂത്രശങ്കയാണ്. അപ്പോൾ ഇത്രയും പ്രശ്നമാണ്. അതും സർക്കാർ ശൗചാലയങ്ങളൊന്നും തന്നെ ഒട്ടും വൃത്തിയും വെടുപ്പുമില്ല. ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളാണ് അവിടുത്തെ ക്ലീൻലിനെസ്. പണ്ട് മഹാത്മാഗാന്ധി ആദ്യകാലത്ത് പ്രീ ഇൻഡിപെൻഡൻസ് പീരീഡിലെ എല്ലാ ക്ലീൻലിനെസ്സിനെ കുറിച്ചും ഹൈജീനെ കുറിച്ചും പാഠങ്ങൾ താഴേക്കിടയിൽ തന്നെ തുടങ്ങണമെന്ന് പറഞ്ഞ് ഓരോരോ വീടുകൾ സന്ദർശിക്കാൻ തുടങ്ങിയപ്പോൾ കീഴാളന്മാരുടെ വീട്ടിൽ താഴേക്കടല ഭൂമിയിൽ പണിയെടുക്കുന്ന ആൾക്കാരുടെ വീട്ടിലൊക്കെ കയറിയപ്പോൾ അവരൊക്കെ വൃത്തി വെടുപ്പാണ് അവരെ വീടും പരിസരമൊക്കെ. പക്ഷേ സവർണരുടെ വീട്ടിൽ കയറി ചെന്നപ്പോൾ ഗാന്ധി പറഞ്ഞു അവരെ വീട്ടിൽ നിന്നൊന്നും പച്ചവെള്ളം കുടിക്കാൻ വയ്യ, മൂക്ക് പൊത്തിപ്പിടിച്ചിട്ടാണ് അവരുടെ ശൗചാലയങ്ങളെ കണ്ട് അറയ്ക്കണു. കാരണം അവർക്ക് പണിയെടുത്ത ശീലമില്ല, പണിയെടുപ്പിച്ചിട്ടുള്ള ശീലമുള്ളൂ എന്ന് പറഞ്ഞു. അതേപോലെ തന്നെയാണ് എനിക്ക് ബോധ്യപ്പെട്ടു ഈ അധികാരത്തിലിരിക്കുന്നവർ. ഇന്നിപ്പോൾ സവർണർക്ക് വേറെ ഒരു രൂപവും ഭാവമാണല്ലോ, കയ്യിൽ കാശുള്ളവരും അവർ അധികാരത്തിലിരിക്കുന്നവർക്ക് അവരിതൊന്നും ബോധയോടെ അവർ പണിയെടുക്കണമില്ല. അവരെവിടുന്ന ഇപ്പോൾ സർക്കാർ സംവിധാനത്തിലാണെങ്കിലും എങ്ങനെയൊക്കെ കാശുണ്ടാക്കുക, ആ കാശ് മേടിച്ച് വെക്കാൻ അവനവൻ്റെ പോക്കറ്റ് വീർപ്പിക്കുക എന്നല്ലാതെ ഇത്തരം കാര്യങ്ങളിൽ യാതൊരു വക ചിന്തയുമില്ല. അത് അവരുടെ ഒരു കൺസേണുമല്ല. അപ്പോൾ അവിടെ നമുക്ക് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം
സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരു യാത്രയിൽ ആണുങ്ങൾക്കാണെങ്കിൽ ടോയ്ലറ്റൊന്നും ഇല്ല, വൃത്തിയും വെടുപ്പില്ലാത്ത സ്ഥലമൊക്കെ ആണെങ്കിൽ വല്ല കാട്ടിലോ മന്ദിലോ ആളൊഴിഞ്ഞ സ്ഥലത്തോ പോയിട്ട് കാര്യം സാധിക്കുന്നുണ്ട്. പക്ഷെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു പ്രശ്നമാണ്. ഇന്ന് ഞാൻ പറയുന്ന സ്ത്രീകൾ അഭിമുഖീകരിക്കുന്നതിൽ വെച്ച് ഏറ്റവും വലിയ പ്രശ്നം യാത്ര ചെയ്യുമ്പോൾ ഈ മൂത്രപ്രശ്നമാണ്. ഇത് ആലോചിച്ച് യാത്രകൾ വേണ്ടാന്ന് വെക്കുകയാണ്. ഭക്ഷണം നമുക്ക് പൊതിഞ്ഞു കൊണ്ടുപോകാം, നല്ല ഹോട്ടലല്ല, നമ്മുടെ അവരുടെ ഒരു ക്ലീൻലിനെസ്സും ഹൈജീനിയെ കുറിച്ച് നമ്മൾ സ്കെപ്റ്റിക്കലാണെങ്കിൽ നമുക്ക് പൊതിഞ്ഞ് പാക്കറ്റിൽ നമ്മുടെ ബാഗിൽ വെക്കാം. 2 നേരത്തെ ഭക്ഷണം, സ്റ്റെയിലാവാത്ത ഫുഡ്, വളിക്കും പുളിക്കൊന്നും ചെയ്യാത്ത ഫുഡ് നമുക്ക് കരുതി വെക്കാം. വെള്ളം, വാട്ടർ ബോട്ടിൽ കരുതാം. പക്ഷെ മൂത്രം എങ്ങനെ ഒഴിക്കും? ഇത് വിശപ്പ് നീട്ടി വയ്ക്കുന്ന പോലെ, വെള്ളം ശമിപ്പിക്കുന്ന പോലെ നമുക്ക് മൂത്രം സപ്രസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ കോടതി അങ്ങനെ ഒരു ഉത്തരവ് ഇട്ടു എന്നുണ്ടെങ്കിൽ ബദൽ സംവിധാനങ്ങൾ എത്രയും പെട്ടെന്ന് വേണം. ഞാൻ മാളയിൽ എപ്പോഴും പഠിപ്പിക്കാൻ പോകുമ്പോൾ എൻ്റെ അമ്മോ മാള ബസ് സ്റ്റാൻഡ് ഇന്നിപ്പോൾ എനിക്ക് എത്രയാണെന്നറിയില്ല, വലിയ മാറ്റമൊന്നും ഉണ്ടാവാൻ സാധ്യത ഉണ്ടാവില്ല. അറച്ചിട്ട് നമ്മൾ ടോയ്ലറ്റിൻ്റെ ഉള്ളിലേക്ക് പോകണ്ട, ആ ബസ് സ്റ്റാൻഡിനുള്ളിൽ നിൽക്കാൻ പറ്റില്ല. കൊടുങ്ങല്ലൂർ ബസ് സ്റ്റാൻഡ് ഇപ്പം ഇത്തിരി മെച്ചപ്പെട്ടുണ്ട്, പക്ഷെ ഉള്ളിലേക്കൊക്കെ അങ്ങോട്ട് പോകുമ്പോൾ എന്താണെന്നറിയില്ല. അന്നൊക്കെ നമുക്ക് അറച്ച് നിൽക്കാൻ പറ്റില്ല. ഇവിടുത്തെ MLA-മാരൊക്കെ എന്താ ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഇരിങ്ങാലക്കുട ബസ് സ്റ്റാൻഡിലെ ടോയ്ലറ്റും അല്ല, കുന്നംകുളത്ത് ബസ് സ്റ്റാൻഡ് ശൗചാലയത്തിൽ ഒരു പെണ്ണൊക്കെ ഇരിക്കുന്നു, വൃത്തിയാക്കി വെക്കുന്നുണ്ടെന്ന് തോന്നുന്നു എനിക്ക്. അപ്പോൾ സർക്കാർ ബദൽ സംവിധാനങ്ങൾ ഒരുക്കിയേ പറ്റൂ. അവിടെ ക്ലീൻലിനെസ് ഉണ്ടോയെന്ന് ഉറപ്പ് വരുത്തിയേ പറ്റൂ. സ്ത്രീകളുടെ യാത്രകൾ സുഗമമാക്കാനുള്ള, അവർക്ക് ഈ മൂത്രത്തെക്കുറിച്ച് ചിന്തിക്കാതെ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച്, ഇപ്പോൾ സുദീർഘമായ യാത്ര ചിലപ്പോൾ 24 മണിക്കൂറാവും, ചിലപ്പോൾ 12 മണിക്കൂറാവും, ചിലപ്പോൾ 10 മണിക്കൂറാവും, ചിലപ്പോൾ 3 മണിക്കൂറാവും. ആ സമയത്ത് ഇപ്പം എല്ലാം ക്വാളിറ്റി ടൈം മാനേജ്മെൻ്റ് അല്ലേ, ആ സമയത്ത് ഇരുന്ന് മുന്നൊരുക്കങ്ങൾ നടത്താനും അല്ലെങ്കിൽ നമ്മൾക്ക് ചില കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാനുണ്ടാവും. അത്തരം കാര്യങ്ങളൊക്കെ ആ യാത്രാ സമയങ്ങളാണ്, യാത്രയിലെ ഒഴിവു സമയങ്ങളാണ് നമ്മളൊക്കെ എടുക്കുന്നത്. ആ സമയം വളരെ ക്രിയേറ്റീവായിട്ടും പ്രൊഡക്റ്റീവായിട്ടും ചിലവാക്കണമെങ്കിൽ ഇത്തരം ചിന്തകൾ അവരുടെ ബ്രെയിനിൽ നിന്ന് പോകണം. ഇതൊരു വിഷയമാണ് എടുത്തത്, അങ്ങനെ അത്ര ഒരു ചിന്തയില്ലാതെ വളരെ ലൈറ്റായിട്ടുള്ളൊരു ഹാർട്ടോടെ ഒരു പ്ലസൻ്റ് ആയിട്ടുള്ളൊരു യാത്രയും പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു ജേണിയും ഉറപ്പുവരുത്തേണ്ടത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്. അതിനെത്രയും പെട്ടെന്ന് ഒരു ബദൽ സംവിധാനം സർക്കാർ ഉണ്ടാക്കുക, അവിടെ ക്ലീൻലിനെസ് ഉണ്ടെന്ന്, ഹൈജീനാണെന്ന് ഉറപ്പുവരുത്തുക. നന്ദി, നമസ്കാരം.